ഒരു ടാങ്കർ ലോറി ഇടിച്ച് 230ഓളം സ്റ്റിച്ചുകളാണ് ഈ ഒരു മാലാഖ കുഞ്ഞിനുള്ളത്. ലൈഫ് റിസ്ക് ആയിരുന്നു. ഒരു 20% ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഒന്നുമില്ല, ലൈക്ക് എല്ല് മാത്രമേ ഉള്ളൂ, ബാക്കി ഫ്ലഷും കാര്യങ്ങളും എല്ലാം പോയി. പിന്നെ അപ്പച്ചു പോയായിരുന്നു, മോണ ഒടിഞ്ഞു പോയി. പിന്നെ ഫ്രണ്ടിലുള്ള പല്ലക്കില്ലേ, ഇത് ഫുള്ള് വെപ്പല്ല. അപ്പൊ എൻ്റെ മെയിൻ ആ ഫോട്ടോയിലുള്ള പല്ലില്ലേ, ആ പല്ലൊക്കെ മുകളിലോട്ട് കയറിപ്പോയി. ഈവൻ എനിക്ക് പീരിയഡ്സിന്റെ ടൈമിൽ പോലും പാഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി ഇതിന്റെ വേദന അതിന്റെ കൂടെ പീരിയഡ്സ് കൂടാകുമ്പോൾ ചിന്തിക്കാൻ പറ്റത്തില്ല. ആക്സിഡന്റിന് ശേഷം ഈ ട്രിപ്പ് മൈൻഡ് ഒന്നും ഇല്ലായിരുന്നല്ലേ? ഒറ്റയ്ക്കായി. പക്ഷെ ഇപ്പൊ ഞാൻ ബൈക്കിൽ അല്ലെങ്കിൽ 2 വീലർ കയറുമ്പോൾ എനിക്ക് പേടിയിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ഈ ജീവിതം വേണ്ട, ഞാൻ ജീവിതം മടുത്തു, എനിക്ക് ജീവിതം അവസാനിപ്പിക്കുക എന്നൊരു തോന്നിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. റൈറ്റ് ഹാൻഡിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ പോലും എനിക്ക് അറിയത്തില്ല. സിമ്പിളായിട്ട് വേദന ഇല്ലാതെ മരിക്കാം എന്നുള്ളൊരു തോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ എക്സ്പോസ് ചെയ്ത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമോ? ഹോണസ്റ്റ്ലി ചോദിച്ചു കഴിഞ്ഞാൽ എത്ര റേറ്റ്, എങ്ങനെയാ, 1 നൈറ്റ് സ്പെൻഡ് ചെയ്യാമോ? അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു മാസ്റ്റർബേറ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇന്ന ടൈപ്പിൽ ഡ്രസ്സ് ഇട്ട് ഇന്ന ടൈപ്പിൽ ഞാൻ നടന്നു എന്ന് കരുതിയിട്ട് ഞാനൊരു പോക്കേഴ്സോ അല്ലെങ്കിൽ ഞാനൊരു കോൾ ഗേൾ ടൈപ്പോ ഒന്നുമല്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. വെറൈറ്റി മീഡിയ ന്യൂ ചാറ്റ് ഷോയിലേക്ക് ഏവർക്ക് സ്വാഗതം. തൻ്റെ ജീവിത പ്രതിസന്ധിയെ തരണം ചെയ്ത് ഓരോ രാവും പകലും ഞെട്ടലോടെ എഴുന്നേറ്റ് ഒരു ടാങ്കർ ലോറി ഇടിച്ച് 230ഓളം സ്റ്റിച്ചുകളാണ് ഈ ഒരു മാലാഖ കുഞ്ഞിനുള്ളത്. നിങ്ങൾ ചിന്തിക്കും ആരാന്ന്? ഒരുപക്ഷെ വേദന ഉള്ളപ്പോൾ ആരൊക്കെ കൂടുണ്ട്, വേദന ഇല്ലാത്തപ്പോൾ ആരൊക്കെ കൂടില്ല എന്നതൊക്കെ ജീവിതത്തിൽ കൃത്യമായിട്ട് പഠിച്ച വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത്. ജോബിന് നമസ്കാരം. ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളുടെ മാലാഖ കുഞ്ഞല്ലേ, ഇത്രയും വേദനകളൊക്കെ അനുഭവിച്ച് ചിരിയോടെ മാത്രം ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഞങ്ങളുടെ മാലാഖ കുഞ്ഞ്. ഇപ്പോൾ ഇൻട്രോയിൽ തന്നെ ഞാൻ പറഞ്ഞു 230ഓളം സ്റ്റിച്ചുകളുണ്ട്. അപ്പോൾ പ്രേക്ഷകർ ചോദിക്കും എന്താണ് ആക്സിഡൻറ്റ്, അല്ല എങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്? ജോബിന് തന്നെ പറഞ്ഞു. 2022 എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. ഓഫീസിലോട്ട് പോകുമായിരുന്നു രാവിലെ. ജോലി എന്തുവായിരുന്നു? ഞാൻ വീഡിയോ എഡിറ്ററാണ്. ഞാൻ ബെഡ് മേക്കുന്ന എന്ന കമ്പനിയിൽ വീഡിയോ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഓഫീസിലോട്ട് എല്ലാ ദിവസം പോകുന്ന പോലെ ഓഫീസിലോട്ട് പോകുമായിരുന്നു. കളമശ്ശേരി സിഗ്നലല്ലേ, ടൊയോട്ടോടെയും അത് കഴിഞ്ഞ് പള്ളി, സോഷ്യൽ പള്ളി എന്ന് പറയില്ലേ, അവിടെ വെച്ചാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. ഞാൻ ബൈക്ക് ഓടിക്കും കേട്ടോ. ബൈക്കും ടാങ്കർ ലോറിയും തമ്മിൽ ഇടിച്ചു. പിന്നെ ഞാൻ ആ ഒരു ടൈമിലുള്ള ഇടിച്ചു എന്ന് മാത്രം എനിക്കറിയാം. പിന്നെയുള്ള കഥകൾ ഞാൻ എങ്ങനെയാണോ ഞാൻ പോയിക്കൊണ്ടിരുന്നത്, മീൻസ് ആ കണ്ണ് തുറന്നപ്പോഴുള്ള സംഭവങ്ങൾ തൊട്ട് ആണ് ഞാൻ അറിയുന്നത്. എന്നെ ഇടിച്ചു, വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അവിടെ നിന്ന് സർജറി ഇല്ലാത്തതുകൊണ്ട് എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇത്ര ടൈമിനുള്ള എത്തലായിരുന്നു, അല്ലെങ്കിൽ കൈ മുറിച്ചുള്ള സിറ്റുവേഷൻ ആയിരുന്നു എന്ന് വരെ പറഞ്ഞു. ഈ കണ്ണ് തുറന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്തുവായിരുന്നു? കണ്ണ് തുറന്നപ്പോൾ ഫസ്റ്റ് ഞാൻ കണ്ണ് തുറന്നപ്പോൾ വെന്റിലേറ്ററിലായിരുന്നു. സിസ്റ്ററാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഹോസ്പിറ്റലിൽ പോലും കിടക്കണത്. അത്രയും ലൈഫ് 23 ഏജ് ഉണ്ട്, 23 വയസ്സ്. ജനിച്ചതിന് ശേഷം എൻ്റെ ഓർമ്മയിൽ കുഞ്ഞായിരുന്നപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കണത്, ട്രിപ്പൊക്കെ കയറ്റുന്നതൊക്കെ ഫസ്റ്റ് ടൈം ലൈഫിൽ. അപ്പോൾ അവിടെ വെച്ച് സിസ്റ്ററാണ് പറഞ്ഞത്, മോളെ കണ്ണു തുറക്ക്, ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു 2 ദിവസം മുമ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ മൂളക്കം, അങ്ങനെയുള്ള സഡേഷൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മൂക്കി ട്യൂബ് ഉണ്ടായിരുന്നു, വായിൽ ട്യൂബ് ഉണ്ടായിരുന്നു, പല്ല് കടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു, യൂറിൻ ബ്ലാഡറിൻ്റെ അവിടെ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സെൻട്രൽ ലൈനായിരുന്നു എടുത്തേച്ചത്, മറ്റേ ട്രിപ്പൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടില്ലേ, ആ സെൻട്രൽ ലൈൻ എടുത്തേച്ചത്, അതിൻ്റെ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയും വേറൊരു എക്സ്ട്രാ ഒരു സാധനം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് ചീത്തയായിട്ടുള്ള ബ്ലഡ് പോകാൻ വേണ്ടി, വേസ്റ്റ് ബ്ലഡ് കളയാൻ വേണ്ടിയിട്ടുള്ള ഇതും. അങ്ങനെ എത്ര ദിവസത്തോളം വെന്റിലേറ്ററിൽ കിടന്നു? 4 ദിവസം. 4 ദിവസം വെന്റിലേറ്ററിൽ 4 ദിവസം കിടന്നു. ബട്ട്
ഞാൻ ഒന്നും ഓർക്കുന്നില്ല എന്താ. അതായത് ജോബിനെ കണ്ണു തുറക്കുമ്പം കാണുന്ന ഡോക്ടർമാരാ സിസ്റ്ററിനെ കണ്ടത്. അപ്പൊ പറഞ്ഞു, സിസ്റ്ററാ പറഞ്ഞത്, എനിക്ക് ആ സിസ്റ്ററിന്റെ നെയിം അറിയത്തില്ല, ആ സിസ്റ്ററാ പറഞ്ഞത് മോളെ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലാണ് എന്നുള്ളത്. പിന്നെ അപ്പനും അമ്മയും പുറത്തുണ്ട്, അവിടെ നമ്മൾ കട്ടിനെ കൂടി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ കംപ്ലീറ്റ്ലി. അപ്പോൾ അവരെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൈയൊക്കെ പൊക്കിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ പിറ്റേ ദിവസം ഡോക്ടേഴ്സൊക്കെ വന്നു, എന്നെ സർജറി ചെയ്ത ഡോക്ടർ വന്നു. എനിക്ക് ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ 3 സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലേ ആർട്ടറി കട്ടായിപ്പോയി എന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗോൾഡൻ അവർ ഉണ്ടല്ലോ, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ടൈമിനുള്ളിൽ എത്തിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈ മുറിച്ച് കളയണം. എൻ്റെ ലൈഫ് റിസ്ക് ആയിരുന്നു. ഒരു 20% ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ട്? എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആർട്ടറിയുടെ സർജറി ചെയ്തിട്ടുണ്ട്, പിന്നെ നെർവ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്കിൻ ഗ്രാഫ്റ്റ് 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടയുന്നെടുത്ത് നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യത്തില്ലേ, ആ സംഭവം തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിൻസ് ബ്ലഡ് സെൽസ് എല്ലാം പോയായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചത്. ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ എടുത്ത് പോയി എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഒന്നുമില്ല, ലൈക്ക് എല്ല് മാത്രമേ ഉള്ളൂ. ബാക്കി ഫ്ലഷും കാര്യങ്ങളും എല്ലാം പോയി. വെയിൻ പോയി, കുഞ്ഞു പിന്നെ മസിൽസൊക്കെ പറഞ്ഞു പോയിന്ന് വെച്ച് കഴിഞ്ഞാൽ ചതഞ്ഞും ഇതൊക്കെ ആയിട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, ഞാൻ ഇപ്പം കാണിക്കുമ്പം അത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ? പറയാം. ഇത് ആക്ച്വലി എനിക്ക് ആർട്ടറി ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എടുത്ത ഇതാണ് ആ സ്റ്റിച്ച് മാർക്ക് വന്നേക്കണത്. ഇത് എൻ്റെ ടൂത്ത് കംപ്ലീറ്റ്ലി എൻ്റെ അപ്പച്ചു പോയായിരുന്നു. ലൈക്ക് മോണ ഒടിഞ്ഞു പോയി. പിന്നെ ഫ്രണ്ടിലുള്ള പല്ലക്കില്ലേ, ഇവിടേക്കുള്ള നല്ല ഭംഗി, ഇപ്പം അടിപൊളി പല്ലല്ലേ, പക്ഷെ അതൊക്കെ വെപ്പല്ല കേട്ടോ, ഇതൊക്കെ ഫുള്ള് വെപ്പല്ല. അപ്പോൾ എൻ്റെ മെയിൻ ആ ഫോട്ടോയിലുള്ള പല്ലില്ലേ, ആ പല്ലൊക്കെ മുകളിലോട്ട് കയറിപ്പോയി ഫുള്ളി. മീൻസ് ഒടിഞ്ഞല്ല പോയേ, പക്ഷെ മുകളിൽ ഇരിക്കുന്നുണ്ട് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. ബോഡിയിൽ ഇപ്പോൾ എവിടെയൊക്കെ സ്റ്റിച്ചുകളുണ്ട്? എനിക്ക് ബോഡിയിൽ ഫസ്റ്റ് തിങ് ഇവിടെ സ്റ്റിച്ച് ഉണ്ട്, പിന്നെ ലിപ്പിൻ്റെ അടിയിൽ സ്റ്റിച്ച് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ഉണ്ട്, പിന്നെ കാലിൽ സ്റ്റിച്ച് ഉണ്ട്, കാലിൻ്റെ ബാക്കിൽ സ്റ്റിച്ച് ഉണ്ട്, 2 കാലിലും ബാക്കിൽ സ്റ്റിച്ച് ഉണ്ട്. ഒരു മനുഷ്യ ശരീരത്തിൽ 230 സ്റ്റിച്ചുകൾ എന്ന് പറയാൻ എളുപ്പമല്ലേ? 230 ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അകത്തും കൂടി സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടാവുമല്ലോ. എൻ്റെ ഈ റൈറ്റ് ഹാൻഡ് ഫുള്ള് തുന്നിക്കെട്ട, മീൻസ് എടുത്താ വെച്ചേക്കണേ. ഈ കൈയുടെ അവസ്ഥ എന്തുവാ? ഇപ്പൊ കറന്റ് റൈറ്റ് ഹാൻഡ് പാരലൈസ്ഡ് ആണ്. ഇത് കണ്ട, ഈ സ്റ്റിച്ച് കണ്ട, ലൈക്ക് കണ്ടൊരു മാതിരി നല്ല ഭംഗിയായിട്ട് ടാറ്റു ചെയ്ത പോക്ക്, ലൈവ് 3D ടാറ്റൂടെ ഒരു ഫേസ് ഇതില്ലേ. എനിക്ക് ഈ സ്റ്റിച്ച് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ കാലത് ഇവിടുത്തെ സ്റ്റിച്ച് കണ്ട, ഇവിടെയുള്ള കണ്ടു, അവിടുത്തെ സ്റ്റിച്ച് അടിപൊളി. പക്ഷെ കാലിൽ 2 ബാക്കിലുള്ള സ്റ്റിച്ച് ഭയങ്കര ഭയങ്കര ഷോക സ്റ്റിച്ചാ. ഇതെല്ലാം പറയുമ്പോഴും ജോബിനെ ചിരിച്ചു തന്നെയാണ് പറയുന്നത്. ശരിക്കും ആ ഒരു ടൈമിലുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര പെയിൻ അല്ലായിരുന്നു? ഇപ്പം യൂറിൻ പാസ് ചെയ്യാനും ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വന്നില്ലേ? ഹെൽപ്പ് വേണ്ടി വന്നു. ആ സിറ്റുവേഷനൊക്കെ ശരിക്കും എങ്ങനെ തരണം ചെയ്തേ? ഫസ്റ്റ് തിങ് ആ സിറ്റുവേഷൻ വല്ലാത്തൊരു മാനസികാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വല്ലാത്തൊരു ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ലൈക്ക് എല്ലാ കാര്യത്തിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് വരേണ്ട സിറ്റുവേഷൻ. നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ച ഒറ്റയ്ക്ക് ഞാൻ വിചാരിച്ചു എനിക്കൊന്നുമില്ല. നമ്മൾ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് 2 കൈയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ആരോട് വേണമെങ്കിൽ തർക്കിക്കാം, അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് ഭയങ്കര ചാട അഹങ്കാരം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. പക്ഷെ ചിലപ്പോൾ അതിനൊക്കെയുള്ള കൊട്ടയ്ക്ക് ആയിരിക്കും ഒരു പക്ഷെ. പിന്നെ നമ്മൾ ഒരാളെ ആരും നമുക്ക് എന്തിനാ മറ്റുള്ള ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണേ എന്നുള്ള ഒരു ചിന്തയൊക്കെ തോന്നലൊക്കെ അഫ്കോഴ്സ് നമുക്ക് വരും, കുറച്ച് ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ. പക്ഷെ അങ്ങോട്ട് ഇനി ഞാൻ പറയുമ്പോഴേക്കും ആരെങ്കിലും എന്തെങ്കിലും പറയും മോടെ കയ്യിലിരിപ്പിന് കിട്ടിയ സംഭവമല്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയും. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് അമ്മേനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഫസ്റ്റ് തിങ് എല്ലാ കാര്യത്തിലും എനിക്ക് അമ്മേനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നേക്കണത്. മീൻസ് എൻ്റെ റൈറ്റ് ഹാൻഡ് മാത്രമായിരുന്നില്ല, എൻ്റെ റൈറ്റ് ഹാൻഡ് മാത്രമല്ല പ്രശ്നം പറ്റിയത്, എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ തമ്പിലും കൂടി പണി കിട്ടിയായിരുന്നു. പക്ഷെ അത് അറിയണത് 1 മന്ത് കഴിഞ്ഞിട്ടാണ് ആ ഒരു സംഭവം അറിയണത്. എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റൈറ്റ് ഹാൻഡ് സർജറിയുടെയൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫുള്ള് ഇതായിരുന്നു. പക്ഷെ ലെഫ്റ്റ് ഹാൻഡിന് ഈ തമ്പില്ലേ, ഈ തമ്പ് പെയിൻ മാറുന്നില്ല.
നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഫോൺ പിടിക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു സ്പൂൺ പിടിക്കണം അല്ലെങ്കിൽ പെൻ പിടിക്കണം ലൈക്ക് മൗസ് എന്ത് പിടിക്കണമെങ്കിലും നമുക്ക് ഈ വിരലിൻ്റെ സപ്പോർട്ട് വേദനകളായിരുന്നു മീൻസ് വേദന മാറുന്നില്ല, നീര് വെക്കുന്നു. അപ്പം സംഭവം അറിയത്തില്ല. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഒരു മാസമായിട്ട് വേദനയുണ്ട്, വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് വേദനയായിരുന്നു. പക്ഷെ വേദന ഇങ്ങനെ കണ്ടിന്യൂസ് വന്നപ്പോഴേക്കും നമ്മുടെ ഡോക്ടറിനെ പോയി കണ്ടു. കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാം എന്ത് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് പറഞ്ഞത് ഈ എല്ല് ഡിസ്ലൊക്കേറ്റ് ആയി കിടക്കുകയാണെന്ന്. അപ്പോൾ നമുക്കൊന്ന് പിടിച്ചിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോക്കൽ അനസ്തേഷ്യ തരാം. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അനസ്തേഷ്യ തന്നു. അനസ്തേഷ്യ തന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല, വേദന നമുക്ക് അറിയത്തുള്ളൂ. ഇഞ്ചക്ഷൻ തരുമ്പോഴേക്കും എന്താ സംഭവം വെച്ചാൽ നല്ല പെയിൻ എല്ലിലോട്ട്. സാധാ ഇഞ്ചക്ഷൻ്റെ വേദന പോലെ അല്ല, സാധാ ഇഞ്ചക്ഷൻ പെയിൻ പോലെ അല്ല. നമ്മൾ സാധാരണ TT ഒക്കെ എടുക്കത്തില്ല അതുപോലെ അല്ല. ഇവിടെ എല്ലിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യം നല്ല അട്ടാറ് പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടാറ് പെയിനാണ്. ഇവിടത്തെ എല്ലിലേക്ക് തന്നു, ഇവിടെയും തന്നു, എന്നാലും നമുക്ക് മരവിച്ചിരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ½ ആൻ അവർ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പിടിച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചിട്ട് നോക്കിയപ്പോഴേക്കും ഡോക്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് നോക്കി. വീണ്ടും എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ നേരത്തെ പഴയ ആ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ വീണ്ടും. അപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു വീണ്ടും നമുക്ക് സർജറി ചെയ്യേണ്ടി വരും. എന്റെ പൊന്നോ, അതിന്റെ ഡോക്ടർ സർജറി ഡേറ്റ് ഫിക്സ് ചെയ്ത് സർജറി കമ്പിയൊക്കെ വെച്ച് ഓപ്പൺ ഇതായിരുന്നു. വീണ്ടും ലോക്കൽ അനസ്തേഷ്യ 1 വട്ടം എനിക്ക് കിട്ടിയേക്കണത്, 3 വട്ടം എനിക്ക് കിട്ടിയേക്കണത്. ആ സെയിം ടോട്ടൽ 1 2 ഫസ്റ്റ് 3 4 സെക്കൻഡ് നമ്മൾ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ്. പിന്നെ കമ്പി ഇട്ടായിരുന്നു, കമ്പി ഊരുമ്പോഴും അനസ്തേഷ്യ തരും. നല്ല സുഖമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സുഖമാണ് ആ ടൈമില്. അപ്പം അങ്ങനെ തന്നു കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് ഹാൻഡ് നമുക്ക് കെട്ട് വന്നു, ലെഫ്റ്റ് ഹാൻഡിലും ഈ ഒരു പ്രശ്നം വന്നു. അപ്പം എല്ലാ കാര്യത്തിലും എനിക്ക് അമ്മയെ ഡിപ്പെൻഡ് ചെയ്യണം. എൻ്റെ സിസ്റ്റർ ആ ടൈമിലുണ്ടായിരുന്നു, അവളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ. ഈവൻ എനിക്ക് പീരിയഡ്സിൻ്റെ ടൈമിൽ പോലും എനിക്ക് ഇവിടെ നിന്ന് ഫ്ലഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംടൈംസ് എനിക്ക് ഇന്നവേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കണം. എനിക്ക് കുഞ്ഞു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ പാഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി ഇതിന്റെ വേദന അതിന്റെ പീരിയഡ്സ് ചിന്തിക്കാൻ പറ്റത്തില്ല. അമ്മ വർക്കിംഗ് ആണ്. അപ്പോൾ അമ്മ വർക്കിംഗ് ആകുമ്പോൾ ഒരേ പ്രാവശ്യം എനിക്ക് ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ മെൻസ്ട്രൽ കപ്പാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പം അമ്മയെ വിളിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് എല്ലാ കാര്യത്തിലും. ഇപ്പം എൻ്റെ പ്രൈവറ്റ് ആയിട്ട കാര്യമാണ്. ആ ഒരു സമയത്ത് നമ്മൾ അമ്മമാർക്ക് ചെയ്തു തന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഓരോ പ്രാവശ്യം ആ പാവം ഓടി വന്ന് ചേഞ്ച് ചെയ്യാൻ വീണ്ടും ഷോപ്പിലോട്ട് പോവാം. അവിടെയൊക്കെ ഒരു അമ്മയുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയുമല്ലേ? സത്യം, നല്ല രീതിയിൽ. പക്ഷെ ആ സമയത്ത് അമ്മയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് നല്ല വിഷമം വരും. കാരണം ഇതിനു മുമ്പേ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് വേറെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്പൂണൊന്നും പിടിക്കാൻ പറ്റത്തില്ല, ഫുള്ള് കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് അമ്മുമ്മ വാരിത്തരുന്നു, പിന്നെ കുളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അനിയത്തി അല്ലെങ്കിൽ അമ്മ എന്നെ കുളിപ്പിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് നീറ്റായിട്ടിരിക്കണം, ഇൻഫെക്ഷൻ വരാൻ പാടില്ല. കൈ എപ്പോഴും പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞുകൊണ്ട് സ്കിന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എപ്പോഴും ഓപ്പൺ ആയിട്ട് മീൻസ് ക്ലീൻ ആയിട്ട് ഇരിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് 2 നേരമൊക്കെ ആയിരുന്നു കുളിക്കുന്ന ടൈം. ആരെങ്കിലും വരാതെ എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെയാണ്. നമ്മളിതെല്ലാം പറയുന്ന സമയത്തും ഒരു റൈഡറായിരുന്നു. അത് പറഞ്ഞപ്പോൾ തന്നെ ഒരു വീഡിയോ ഞാൻ കാണിക്കട്ടെ. ഈ വീഡിയോ ഒക്കെ ഉള്ള സമയത്ത് കാണുന്ന സമയത്ത് നമുക്ക് ബൈക്കുണ്ട്, നമ്മുടെ സർക്കിളിൽ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും നമ്മളോടുണ്ട് അല്ലേ? ഒരു ആക്സിഡൻറ്റിന് ശേഷം ഇതെല്ലാം പോയ സമയത്ത് ഒരു 1.5 വേദനയല്ലേ അനുഭവിച്ചേ? ആക്സിഡൻറ്റ് ടൈമിലാണ് ഫസ്റ്റ് തിങ് എനിക്ക് താങ്ക്സ് പറയേണ്ടത്. ലൈഫിൽ കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ള കാര്യം. നമ്മുടെ നല്ല കാലത്ത് നിൽക്കുന്നവരല്ല ഫ്രണ്ട്സ്. ആക്ച്വലി നമ്മുടെ ബാഡ് ടൈംസിൽ ആരാണോ കൂടെ നിൽക്കുന്നത് അവരാണ് ഫ്രണ്ട്സ്. അങ്ങനത്തെ പേഴ്സൺസിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അതിന് ആക്സിഡൻറ്റ് നല്ലതാണെന്നും പറയണില്ല, പക്ഷെ നമ്മുടെ
കൂടെ നിന്നിട്ട് ചീറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ ഇതാക്കുന്ന. അതായത് ട്രിപ്പായിട്ടുള്ള സമയത്ത് എല്ലാരും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ആക്സിഡന്റിന് ശേഷം ആരെ മനസ്സിലാക്കാൻ പറ്റി, ആരെ തിരിച്ചറിയാൻ പറ്റി എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അന്നൊക്കെ കരഞ്ഞിട്ടില്ല ഒരുപാട്? ഇഷ്ടംപോലെ. ഏറ്റവും ലൈഫിൽ ഞാൻ ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു അനുഭവം വന്നു എന്ന് തോന്നിയത് നിമിഷം എപ്പോഴാ? ഒറ്റയ്ക്കിരുന്നൊരു അനുഭവം ഉണ്ടായിട്ടില്ലേ? ഒറ്റയ്ക്കിരുന്ന അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഭയങ്കര ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവായിരുന്നു. അതായത് കൂട്ടുകാരെ സഹായിക്കുന്നു, കൂട്ടുകാർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്നു. വഴക്കൊക്കെ കേട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ വഴക്കൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ എവിടെ പോയാലും ഫ്രണ്ട്സ് ഉണ്ട്, ഫുഡ് കഴിക്കാൻ, സിനിമയ്ക്ക് എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും ഉണ്ടാകും. ബട്ട് ഒതുങ്ങി പോണൊരു സിറ്റുവേഷൻ വരുന്നത് ഒറ്റയ്ക്ക്. ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് ഭയങ്കര ഒരു വേറൊരു പെയിനിലൂടെ പോണത്. നമ്മൾ പുറത്ത് ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കും. ഇപ്പം ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരുടെയും മുമ്പിൽ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കും. ബട്ട് ആ ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമ്മളെ മറ്റുള്ളവർക്ക് ബാധ്യതയാണെന്നുള്ള സംഭവമൊക്കെ വരില്ലേ? ഇപ്പം പറയുമ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യം, പൂച്ചക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? കൂട്ടുകൂടി കറങ്ങാൻ പോകാൻ നേരത്ത് ഫുഡ് മേടിച്ചു കൊടുക്കാനും അല്ല ട്രിപ്പ് പോകാനും എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. ആക്സിഡന്റിന് ശേഷം ഈ ട്രിപ്പ് മൈൻഡ് ഒന്നും ഇല്ലായിരുന്നല്ലേ? ഒറ്റയ്ക്കായി. പക്ഷേ അതിനുശേഷം ഒറ്റയ്ക്കായി മനസ്സിലായി. ആ ഉണ്ടായ അനുഭവം എന്തുവായിരുന്നു? മീൻസ് ആ ഒരു സമയത്ത് നമുക്ക് കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച പലരും കൂടെ നിന്നില്ല. ഇവിടെയായിട്ട് ബൈക്ക് ഓടിച്ച ജോബിന് ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ ബൈക്ക് റൈഡൊക്കെ? സത്യം നല്ല രീതിയിൽ മിസ് ചെയ്തിട്ട്. അതൊക്കെ ഒരു ഓർമ്മകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ചില സമയത്ത് എനിക്ക് ഓർമ്മ മാത്രമല്ല, ഇപ്പം ഞാൻ ബൈക്കിൽ അല്ലെങ്കിൽ ടൂ വീലർ കയറുമ്പോൾ എനിക്ക് പേടിയിട്ട്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ 60, 70 ആ ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ വണ്ടി ചില സമയത്ത് റോഡിൽ വണ്ടി ഇല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആക്സിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പോകും. പക്ഷെ സേഫായിട്ടേ കളിക്കത്തുള്ളൂ, അതിനപ്പുറം കളിക്കത്തില്ല. ബട്ട് ഇപ്പം എനിക്കൊരു 20, 25, 30 കയറി കഴിഞ്ഞാൽ എനിക്ക് പേടി. പതുക്കെ പോകും, എനിക്ക് പേടിയാ, വേണ്ട എന്നുള്ളൊരു സംഭവം. അപ്പം അതേപോലെയുള്ള കുറച്ച് ട്രോമാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്സിഡന്റിന് ശേഷം. ഇത്രയെല്ലാം അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ എപ്പോഴെങ്കിലും എനിക്ക് ഈ ജീവിതം വേണ്ട, ഞാൻ ജീവിതം മടുത്തു എന്നൊക്കെ തോന്നിയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ജീവിതം അവസാനിപ്പിക്കാൻ എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് എത്രയെന്ന് വെച്ചിട്ടാണ് ഈ ഒരു പെയിനും സഹിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ അത്രയും ആക്റ്റീവായി നിന്നേക്കുന്ന ഒരു പേഴ്സൺ പെട്ടെന്ന് ഒതുങ്ങി കൂടി കഴിയുമ്പോൾ ഒരു പരിധി വരെ ഉണ്ട്. എല്ലാ കാര്യം ചെയ്ത് നിൽക്കുന്നതിന് ഒരു പരിധി വരെ ഉണ്ട്. കാരണം വെച്ചാൽ എല്ലാ കാര്യത്തിലും അപ്പയെ ഡിപ്പെൻഡ് ചെയ്യണം. ചില കാര്യങ്ങളിൽ എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ അമ്മയെ ഡിപ്പെൻഡ് ചെയ്യണം. ഡ്രസ്സിൻ്റെ കാര്യത്തിലായാൽ പോലും ഈവൻ ഫുഡ് അമ്മമ്മയെ ഡിപ്പെൻഡ് ചെയ്യണം, സിസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഓരോ കാര്യത്തിനും എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം. ചിലവർ നമ്മളോട് മുഖം ഒരു പ്രാവശ്യം നമ്മളോട് നെഗറ്റീവ് പറഞ്ഞ് എടി ഇതല്ല എന്ന് നമ്മൾ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് വരുമ്പോഴേക്കും ഫുള്ള് നമ്മൾ ലൈഫ് ഫുൾ ഒരാളെ ഡിപ്പെൻഡ് ഒരു എക്സ്ട്രാ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോഴൊരു സിറ്റുവേഷൻ വല്ലാത്തൊരു പെയിനാണ്. ഇതെല്ലാം പറയുന്ന സമയത്ത് എനിക്കുള്ള ചോദ്യം, എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി ഇത്രയും മുടക്കുന്നു, എൻ്റെ ജീവിതത്തിലെ എല്ലാ ഹാപ്പിനെസ്സും നഷ്ടപ്പെടുന്നു, ഇനി എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൂടാ? മീൻസ് എവിടെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വന്നിട്ട് ലൈഫ്. ഇനി ഞാൻ പോയിക്കഴിഞ്ഞാൽ ഇവരെ ആശ്രയിച്ച് ഞാൻ ജീവിക്കേണ്ടി വരും, ഇവർക്കൊരു ബേർഡൻ ആവേണ്ടി വരും, ഇവർ എന്നെ ഓർത്ത് കരയേണ്ട സിറ്റുവേഷൻ വരും. ലൈക്ക് എൻ്റെ ഹാൻഡ് പാരലൈസ്ഡ് ആണല്ലോ. ഈവൻ ബ്ലേഡ് എടുത്ത് മുറിച്ച് കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു റൈറ്റ് ഹാൻഡിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പോലും എനിക്ക് അറിയത്തില്ല. സിമ്പിളായിട്ട് വേദന ഇല്ലാതെ മരിക്കാം എന്നുള്ളൊരു തോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫുള്ള്. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ജീവിതം അവസാനിപ്പിക്കണം, ഞാൻ മടുത്തു, ഇങ്ങനെ മടുത്തു എന്നുള്ള സംഭവം തോട്ടും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ വന്നപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല, എൻ്റെ വീട്ടുകാർക്ക് ഒരു ബാധ്യതയായി മാറും. മീൻസ് അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും നെഗറ്റീവിൻ്റെ അട്ടർ നെഗറ്റീവ് എല്ലാ കാര്യത്തിലും, എല്ലാവരോടും ദേഷ്യം, ഭയങ്കര നമ്മുടെ സ്വഭാവം മാറി.
ക്യാരക്ടറേ മാറി. നമ്മളല്ലാതെ ആയി പോകുന്നൊരു ക്യാരക്ടർ പോലെ. ആരും എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യവും വാശിയും സങ്കടവും നമ്മളൊന്നുമില്ല. വട്ടപൂജ ആയി. എവിടെ തുടങ്ങണം, എന്ത് തുടങ്ങണം, ഒന്നും ചെയ്യാൻ കുളത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അത് കൊള്ളൊന്നും പറയാൻ പറ്റില്ല. കടലൊക്കെ വേണമെങ്കിൽ ജോബിനുടെ ഈ സിറ്റുവേഷൻ പോലെ ഇന്ന് ഈ കാണുന്ന മിക്ക പ്രേക്ഷകർക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ? അപ്പം ഇനിയിപ്പോൾ ആ സിറ്റുവേഷനിലൊക്കെ മരണത്തെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ പറയാനുള്ള ജോബിനുള്ള മറുപടി എന്തുവാ? എനിക്ക് ഫസ്റ്റ് തിങ് വിഷമം ഉണ്ടാകുന്ന ചോദിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടാകും. ഭയങ്കരമായിട്ട് നമ്മൾ അത്രയും നാളും ജീവിച്ചൊരു ലൈഫ് സ്റ്റൈലായിരിക്കില്ല പിന്നെ മുന്നോട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മളല്ലാതെ ആകുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. തളർന്നു പോകും. പക്ഷേ ഒരു പീക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് എൻഡൊന്നും ചെയ്യരുത്, വേറെ ഒന്നും ചെയ്യരുത്, ഒരു തോട്ടും വരുത്തരുത്. ബട്ട് നമ്മൾ എന്തായിരുന്നോ അതിനു മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നോ അതിനും നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ടൈം എത്തിയത് ആ ഒരു തോട്ട് വന്നാൽ മതി. തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിടിച്ചാൽ കിട്ടാത്തൊരു സിറ്റുവേഷൻ പോലെയത്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് റൈറ്റ് ഹാൻഡ് എല്ലാ കാര്യത്തിലും റൈറ്റ് ഹാൻഡ് വേണമായിരുന്നു. ഞാൻ എഡിറ്ററാണെന്ന് പറഞ്ഞു, ഓൾറെഡി വീഡിയോ എഡിറ്ററാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം എൻ്റെ വർക്കിൻ്റെ കാര്യത്തിന് ബന്ധപ്പെട്ട് എനിക്ക് റൈറ്റ് ഹാൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ റൈറ്റ് ഹാൻഡ് പോയപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വന്ന്. ബട്ട് ഞാനത് പിടിച്ചെടുത്തു. എനിക്ക് റൈറ്റ് ഹാൻഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ലൈക്ക് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യണ ഫുട്ടേജ് ആയാലും വീഡിയോസ് ആയാലും എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നു. എനിക്ക് റൈറ്റ് ഹാൻഡ് വെച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് കറള്ളി ഇപ്പം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നമ്മുടെ നമുക്കൊരു സൈഡ് വീക്കായെന്ന് വിചാരിച്ച് നമ്മളവിടെ നെഗറ്റീവ് അടിച്ച് നിൽക്കരുത്. നെഗറ്റീവ് അടിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളല്ലാതെ ആവുന്ന സിറ്റുവേഷനാണ്. മുന്നോട്ട് പോവുക, ഗോ വിത്ത് ദ ഫ്ലോ. ഇതൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ചെറിയ പ്രണയത്തിൽ പോലും ആത്മഹത്യ ചെയ്യുന്ന പ്രിയ സുഹൃത്തുക്കളായ വട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ തൻ്റെ ഇടമായിട്ട്, അതായത് വട്ടപൂജ്യത്തിൽ ജീവിതത്തിൽ നിന്ന ഈ വ്യക്തി 230 സ്റ്റിച്ച് അല്ലെന്ന് കാണുന്നത്. ഒരു കൈയേ എനിക്കുള്ളൂ, ഒരു കൈ തളർന്ന് കിടക്കുക. പക്ഷെ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചെടുക്കും. എൻ്റെ അടി അത്രേ ഉള്ളൂ, അതിനപ്പുറം ഒരു സംസാരമില്ല. നിസ്സാര കാര്യത്തിന് മരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഞാൻ പോലും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. സത്യമായിട്ട് ഞാൻ പറയട്ടെ, എല്ലാ കാര്യത്തിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സൂയിസൈഡാണ് അതിൻ്റെ എന്നെ നമുക്ക് സൂയിസൈഡാണെന്നുള്ള തോട്ട് വരും. പക്ഷെ ചിന്തിച്ചിട്ട് കാര്യമില്ല. മുന്നോട്ട് പോവുക. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വരാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മളൊന്നും ചെയ്യാൻ പറ്റാതെ ആ ഒരു തോട്ടിൽ തന്നെ ഇങ്ങനെ കുറേ നേരം നമ്മൾ ലയിച്ചിരിക്കും. ലൈക്ക് ആ ഒരു പെയിൻ നമ്മൾ എൻജോയ് ചെയ്യും ഫുള്ളി. ഇനിയും ജോബിയുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തുവാ? എനിക്ക് ദുബായ് പോയി സ്കൈ ഡൈവ് ചെയ്യണം. എൻ്റെ പൊന്നെ, അത് പൊളി. റീസെന്റ് വന്ന ആഗ്രഹം. പക്ഷെ എങ്ങനെ വന്നതെന്നറിയില്ല. ഞാൻ ചുമ്മാ ഒരു ദിവസം ഇൻസ്റ്റയിൽ റീൽ കണ്ടപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം എനിക്കും ചാടണം. ആ ചാടിക്കഴിഞ്ഞ എക്സ്പീരിയൻസ് വേറെ കുറച്ചുകൂടി കോൺഫിഡൻസ് ആവില്ലേ? പക്ഷെ ഇപ്പോൾ ഉള്ളതൊന്നര കോൺഫിഡൻസാ. ഇനി അതുകൂടെ നീ ചാടിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ മുന്നോട്ട് പോകണം, എനിക്ക് ചെയ്യണം. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ജോബിന എന്നുള്ള പേരല്ലല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഈ ക്യാറ്റ് എന്നിടാനുള്ള കാരണം എന്താണ്? ക്യാറ്റ് എന്ന് വെച്ചാൽ എനിക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അവൻ എനിക്ക് ക്യാറ്റ്സിനെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ആ ഒരു പേഴ്സൺ വർക്കിന് പോകുമ്പോൾ കൂടുതലും ക്യാറ്റ്സ് ആയിട്ടായിരുന്നു ഞാൻ കമ്പനി. എൻ്റെ ഫീലിങ്സ് എന്താണോ, ഞാൻ ഇപ്പം കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പോലും ലൈക്ക് എൻ്റെ അടുത്ത് വന്നിരിക്കും. ക്യാറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കണ്ടു പറയുന്നു. ലൈക്ക് എൻ്റെ അടുത്ത് വന്നിരിക്കും. മീൻസ് എനിക്ക് 2 പൂച്ചയുണ്ടായിരുന്നു. ഞാൻ പിക്ക് കാണിച്ചു തരാം കേട്ടോ. മീമു പൂടു എന്ന് പറയുന്ന 2 പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. ഇവർ മീൻസ് എനിക്ക് കൂട്ടായിരുന്നു. ഒരു വർഷത്തോളം എനിക്ക് കൂട്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിൽ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഫുള്ള് എൻ്റെ ഒപ്പം വന്നിരിക്കും. ഇപ്പം പൂടു എന്നുള്ള പൂച്ചയില്ലേ, ആ പൂച്ചയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്താണോ അതേ എക്സാക്ട് സെയിം ക്യാരക്ടറാണ്. പക്ഷേ ഇപ്പം എൻ്റെ കൂടെ ഇല്ല അവർ. ലൈക്ക് എനിക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ അടിക്കണോണ്ട് വീട്ടുകാർ ക്യാറ്റ്സിന് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഒരു പേഴ്സൻ്റെ കൂടെയാണ് അതിനെ മാറ്റി.
എനിക്ക് അറിയത്തില്ല ഇപ്പം ലൈഫ് ആ ഒരു പൂച്ച ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. മീൻസ് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇപ്പം ഇതെല്ലാം നമ്മൾ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും മോഡലിങ്ങിലൊരു കോംപ്രമൈസ് ചെയ്യില്ല അല്ലേ? മോഡലിംഗ് അല്ല ആക്ച്വലി. ഈ എക്സ്പോസ് ചെയ്തൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമല്ലോ, ഞാൻ ഒരു വീഡിയോ കാണിക്കാൻ ഞാൻ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ? അതിനെ എക്സ്പോസ് എന്ന് പറയാൻ പറ്റൂല. എന്നാലും ഇങ്ങനെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റോറി കാണത്തില്ലേ? സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ ടൈമിൽ എടുത്ത ഫോട്ടോസ്, എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. മീൻസ് എനിക്ക് സെൽഫീസ് എടുക്കാൻ ഇഷ്ടമാണ്. അല്ലാതെ മോഡലോ അങ്ങനെ പ്രൊഫഷണൽ മോഡലോ ഒന്നുമല്ല, ബട്ട് ഫോട്ടോസ് ഞാൻ ഇഷ്ടംപോലെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതേപോലെ ഒരു ഫോട്ടോഗ്രാഫർ പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്യുമെന്ന് വെച്ചപ്പോൾ ഞാൻ മോഡലൊന്നും അല്ല. അപ്പോൾ ബർത്ത്ഡേ ടൈമിൽ എല്ലാവരും പിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിക്ക് എടുത്തിടാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ചുമ്മാ ഒരു ഔട്ട്ഫിറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായിരിക്കും. അപ്പോൾ ഔട്ട്ഫിറ്റ് അങ്ങനെ മേക്ക് ചെയ്ത്, എനിക്ക് മേക്ക് ചെയ്യണമെങ്കിലും കുറച്ച് പ്രോബ്ലം ഉണ്ട്, എൻ്റെ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി വേണം ഇതൊക്കെ. അങ്ങനെ ഔട്ട്ഫിറ്റ് കുറേ സോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫോട്ടോ. അങ്ങനെ ലൈഫിൽ ഞാൻ ഫസ്റ്റായി ക്യാമറയ്ക്ക് മുമ്പിൽ പോസ് ചെയ്യണതാണ് ആ ഒരു ഇത്. ഇതിങ്ങനെ എക്സ്പോസ് ചെയ്ത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് കമൻസ് ഒക്കെ വരുമോ? ഇതുവരെ വന്നിട്ടില്ല, ബട്ട് ഇനി വരാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് നെഗറ്റീവ് കമൻസ് അല്ല കൂടുതൽ വരുന്നത്. നമ്മൾ അറിയാൻ പാടാത്തവരല്ലെങ്കിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടാവുമല്ലോ. ചില ഹോണസ്റ്റ്ലി ചോദിച്ചു കഴിഞ്ഞാൽ എത്ര റേറ്റ്, എങ്ങനെയാ, 1 നൈറ്റ് സ്പെൻഡ് ചെയ്യാമോ ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ലൈക്ക് അങ്ങനെയുള്ളവർക്ക് കൊടുത്ത മറുപടി എന്തോ ജോമിന? ഞാൻ ജസ്റ്റ് മെസ്സേജ് ഇഗ്നോർ ചെയ്ത് വിടും. നമ്മൾ ഒരാൾക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ടേ ഇങ്ങനെ ഇരിക്കണം. ഒരു പ്രാവശ്യം കണ്ടും റീസെൻ്റ് ഞാൻ ആസ്മിത ക്വസ്റ്റ്യൻ കണ്ടും ഇട്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു മാസ്റ്റർബേറ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഫസ്റ്റ് ഈ യൂഷ്വലാണ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാനിതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് ഓർത്തിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്തു, ഞാൻ ചെയ്യാറുണ്ട്, നീ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും ഞാനും ചെയ്യണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിച്ചിട്ട് റിപ്ലൈ കൊടുത്തു. ചിലവരത് ഗുഡായിട്ട് എടുത്ത്, ചിലവരത് ഓവർ സ്മാർട്ടായിട്ട് എടുത്ത്. ഒരു ഓവർ സ്മാർട്ടും ഇല്ല, പറയേണ്ടത് മുഖത്ത് നോക്കി പറയണം. അപ്പോൾ മീൻസ് അങ്ങനെ കുറേ പേരൊക്കെ പലരും പല ടൈപ്പ്, അങ്ങനെ പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ആളുകളോട് ഈ ക്യാമറയ്ക്ക് മുന്നിൽ നോക്കി പറയാനുള്ള മറുപടി എന്തുവാ? തൻ്റെ ഇടത്തോടെ പറയാം. മറുപടി ആയിട്ടൊന്നുമില്ല. ലൈക്ക് അവരുടെ സംസ്കാരവും കാര്യങ്ങളാണ് അവർ കാണിക്കണത്. ഞാൻ എങ്ങനെയാണോ, ഞാൻ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി എങ്ങനെയാണോ അതിലാണ് എൻ്റെ ക്യാരക്ടർ ഇരിക്കണത്. അല്ലാതെ എന്നെ യാതൊരു കാര്യത്തിലും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് ഓവറായിട്ട് സംസാരിക്കുകയോ കാര്യങ്ങൾ ചെയ്യുക, ഞാൻ ഇന്ന ടൈപ്പിൽ ഡ്രസ്സ് ഇട്ട് ഇന്ന ടൈപ്പിൽ ഞാൻ നടന്നു എന്ന് കരുതിയിട്ട് ഞാനൊരു പോക്കേഴ്സോ അല്ലെങ്കിൽ ഞാനൊരു കോൾ ഗേൾ ടൈപ്പോ ഒന്നുമല്ല. എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാനെന്ന് പറയുന്ന പേഴ്സൺ എങ്ങനെയാണെന്നുള്ള രീതി അറിയാം. അല്ലാതെ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ്, എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമാണ്. അതിൽ ഇന്ന ഫോട്ടോ ഉണ്ടോ എന്ന് ഞാൻ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ജീവിതത്തിലെ വേദനകളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചതാ. ചിലപ്പോൾ എനിക്ക് ഹോട്ട് ഫോട്ടോസ് എടുക്കാൻ ചിലപ്പോൾ നല്ല രസമായിരിക്കും. അറ്റേ സമയം ഹോട്ട് ഫോട്ടോസ് മാത്രമല്ല എൻ്റെ പ്രൊഫൈലിലുള്ളത്, ക്യൂട്ടായിട്ടുള്ള ടൈപ്പ് ഫോട്ടോസും ഉണ്ട്. വീട്ടിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ എടുക്കുന്നതിന് വീട്ടുകാർക്ക് എൻ്റെ അനിയത്തിക്ക് അറിയാം. ഞാനിപ്പോൾ എന്ത് ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാലും അനിയത്തി 2 ഫ്രണ്ട്സ് ഞാൻ അവരോട് ചോദിക്കും ഓക്കെ ആണോ, ഈ ഫോട്ടോ ഓക്കെ ആണോ. ചിലത് പറയും എടി ഓക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യും. എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഇപ്പം ഞാൻ എന്ത് കാണിച്ച് ചാടിക്കയറി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൾഗറായിരിക്കും. നമ്മൾ ഒന്നാമതൊരു നല്ല ഫോട്ടോയാണെന്ന് നമ്മൾ ചിന്തിക്കുള്ളൂ. ബട്ട് അവിടെ എക്സ്പോസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീലാണോ എന്ന് ചിന്തിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ആണെങ്കിൽ ഞാൻ ഇടും. പക്ഷേ ഞാൻ അവിടെ ചിന്തിക്കാതെ ഇടുന്ന ടൈമുണ്ട്. അപ്പോൾ എൻ്റെ സിസ്റ്റർ വിളിച്ചു പറയും എടി കുറച്ച് ബോറാണ്, നീ ഡിലീറ്റ് ചെയ്തു. അവൾ എനിക്ക് ഓക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ്. ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം, അതാരാണെന്ന് പറയണേ. കാരണം ഞങ്ങൾക്ക് കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പ്രേക്ഷകർക്കും. ഈ ഞാനാണ് ഈ ഞാൻ അല്ല, ഒരിക്കലല്ല. ഈ ഒരു മാറ്റം അപകടത്തിന് ശേഷമായിരുന്നോ? അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലൈഫിൽ ഒരു പേഴ്സൺ, നമ്മൾ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ,
ലൈഫിൽ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പേഴ്സണിന് വേണ്ടി വട്ടം ചുറ്റി മാത്രം നമ്മുടെ ലൈഫ് നമ്മളെ പറ്റി ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കുമെന്ന് ഇപ്പോൾ ഒരു ഇതുണ്ടെങ്കിൽ. പക്ഷേ അവിടെ ഞാൻ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചിന്തിച്ചപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ളി ഓക്കെ ആണ്, ഫുഡൊക്കെ കഴിച്ചതൊക്കെ. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഞാൻ ഇങ്ങനെയുള്ളത് ശരിയാവില്ല, ഭയങ്കര ബോറാ. പക്ഷേ ഇപ്പം എനിക്ക് എന്നെപ്പറ്റി ചിന്തിക്കാൻ ടൈമുണ്ട്, എന്നെപ്പറ്റി ഇതാക്കാൻ ടൈമുണ്ട്, മുന്നോട്ട് പോകാനുള്ള ഒരു ഇതുണ്ട്, മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പതുക്കെ ചേഞ്ചായി വന്നു. ജോബിനെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സ്കൈ ഡൈവ് അല്ല, അതിനും മേളിൽ നീ ആഗ്രഹിച്ചോ നിന്നെ കൊണ്ട് നേടാൻ പറ്റും? 2 കൈ പ്രവർത്തിച്ച ജോബിനയുടെ ഇന്ന് 1 കൈ മാത്രമേ ഉള്ളൂ. ആ 1 കൈ കൊണ്ട് താൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്, താൻ ആഹാരം കഴിക്കുന്നുണ്ട്, തൻ്റെ ജീവിത ദിനപ്രതി കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഞങ്ങൾക്ക് ഒറ്റ മറുപടി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ കൈയടി മാത്രമേ ഉള്ളൂ. അപ്പോൾ തുടർന്നുള്ള ജീവിതത്തിലും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം സംസാരിച്ചപ്പോളേ ആള് ചിരി വിട്ടൊരു പരിപാടിയില്ല കേട്ടോ, അത് ഒരു രക്ഷയില്ല കേട്ടോ. ഈ ചിരി എന്നും കൊണ്ടുപോകണം, അടിപൊളി. ഇപ്പോൾ ഒരു മാലാകെ കൂട്ടി അതിൻ്റെ കൂടെ ചിരിയും കൂടെ വന്നപ്പോൾ ഫുൾ പൊളി വൈബ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാ. അപ്പോൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, താങ്ക് യു, ടാറ്റ.